നമസ്കാരം. ഇന്ന് എന്താണ്, ഇന്ന് നമ്മളൊരു സ്കൂളില് പോയിട്ട് പിള്ളേരെ ഡിറ്റ സുംബ ഡാൻസ് പഠിപ്പിക്കുന്നു. പഠിപ്പിക്കല്ല, ചെയ്യിപ്പിക്കുന്നു. ഒരു സെഷൻ. ഇതൊരു 3 ദിവസത്തെ ഒരു പരിപാടിയാണ്, ഒരു പരിപാടി. അതിൽ ഡിറ്റനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പോ ഇന്ന് 2 മണിക്ക് ഫംഗ്ഷന് പോണതായിരിക്കും. 1 മണിക്കൂറത്തെ സെക്ഷൻ. അപ്പൊ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതിന് പ്രസംഗിക്കും, വീഡിയോ എടുക്കും, പിന്നെ ഡിറ്റയുടെ എക്സസൈസിന്റെ വീഡിയോ കുറെ പിള്ളേരെ പഠിപ്പിക്കും. ഒറ്റടിക്ക് പിള്ളേരെ 100 പഠിപ്പിക്കൂലേ? ഡിറ്റയുടെ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഡിറ്റയുടെ പ്രസംഗം കിട്ടും. ആ പ്രസംഗമൊക്കെ ഞാൻ എടുക്കും. ഡിറ്റ കട്ട് ഇടോ ഞാൻ വിചാരിക്കുന്നത് കട്ട് ചെയ്ത് ശരിയായാലും കിട്ടില്ല കേട്ടാ. ശരിയാക്കി മാത്രമേ ആ വേർഡ് എന്തിനാ പറയണേ? ആ വേർഡ് എനിക്ക് ഇഷ്ടല്ല. ഈ തെണ്ടിയാണോ? അല്ല അല്ല. അപ്പൊ ഡിറ്റൊക്കെ വരയ്ക്കുന്നൊക്കെ നമുക്ക് കാണാം. എന്നെ കളിയാക്കരുത്. സോ സീ യു ഗൈസ്. പരിപാടി കാണാം. മാതങ്ങളി കഴിഞ്ഞതിന്റെ കുത്തുമഴി ഫുള്ളായിട്ട് പോയിട്ടില്ല. കാലുമത്തെ പോയാ? കാലുമത്തെ ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഉണ്ട്. ആൾക്കാർ കാണുമല്ലോ. ഇന്ന് ഷൂടില്ലേ? ഇതാണ് എന്റെ സ്കൂൾ. എന്റെ സ്കൂള് കാണണ്ടോ? എനിക്ക് വേണ്ട. ഇവിടൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. ഇരുന്ന് പഠിക്കാറ്. ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാനൊക്കെ ഇരുന്ന് പഠിക്കുക. നീ പഠിപ്പിച്ചായിരുന്നില്ലാത്തോണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പരിപാടിക്ക് വേണ്ടി വന്നു. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പായസം തന്ന്, ചോറുണ്ടായിരുന്നു. ഇപ്പോൾ ചോറ് കഴിച്ചാലും വേണ്ടെന്ന് പറഞ്ഞു. ഡിറ്റ പായസം കുടിച്ച് കൊണ്ടിരിക്കുന്നു. ഇനി ഡിറ്റയുടെ ഇവിടെ 1 മണിക്കൂർ അഴിഞ്ഞാട്ടം. അഴിഞ്ഞാട്ടം വെച്ചാൽ ലൈക്ക് ഡിറ്റയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പിന്നെ വരിയാൽ മതി. ബാ, അതാണ് മദ്ര കോഴ്സ്. അത് ഗ്രൗണ്ടാണ്ടോ? വേറെ ഗ്രൗണ്ടാ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഇതൊക്കെ 1945 ബ്രിട്ടീഷുകാർ പണിത ബിൽഡിങ്ങാ. സ്കൂൾ 1945 ഉള്ളതാ. അത് വേറെ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു മദ്ര. അവിടെ 2 അപ്പൂപ്പനൊക്കെ പഠിച്ചത്. മോളിന്ന് പൊടി വീട് മോർലിക്സ് പോലെ വീഴുന്നങ്ങനെ പറയാറുണ്ട്. എനിക്കറിയില്ല. പക്ഷേ ഇവിടെയൊക്കെ എന്തോരം ഇരുന്ന് ഈ ഗ്യാപ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കാറ്. ഗേൾഫ്രണ്ട് ആയിട്ട് അവിടെ ഇരിക്കാറ് പണ്ട്. പറയല്ലേ? എനിക്കറിയാലോ രണ്ടുപേരിനെ. ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഇഷ്ടാണോ? പെണ്ണുങ്ങൾ ഇഷ്ടം വേറെ. അയ്യടാ, കണ്ട ഈ മരങ്ങളൊക്കെ ദ്രവിച്ച് പഴയ മരം. ഇവിടൊക്കെ മറ്റേ വവ്വാൽ കൂടായിരിക്കും. വവ്വാലിൻ്റെ ഫുള്ള് കൂടായിരിക്കും. വവ്വാലല്ല, മറ്റേ മൂങ്ങ കൂടുതലായിരുന്നു. ബിൽഡിങ് കണ്ട പല സ്ഥലമായിരിക്കും. ഓഫീസ് ബിൽഡിങ് പഴയ കണ്ടാ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോവാം. കണ്ട ഇതൊക്കെ പഴയ മര. ഇങ്ങനത്തെ കയറിണ്ടാവില്ല. പഴയ വർഷങ്ങൾ പഴക്കമുള്ള. ഇപ്പം ഏകദേശം എത്ര വർഷമായി? 70 വർഷമായി. എന്താ പിള്ളേർ ഓടിക്കളിച്ച് ചാടി ചവിട്ടി പോകുന്നു. അതൊക്കെ പൊളിച്ച് കളയാൻ പോകണം. എന്തായാലും എഴുതി പോണ പഴയ കണ്ട മരം കണ്ട. ഇവിടൊക്കെ ഞാൻ സംസ്കൃതം ഇവിടൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. കാര്യത്തിൽ കൂടുതലായിരിക്കും ഇവിടെ. അത് എൻ്റെ ക്ലാസ് അപ്പുറത്ത് അടച്ചിട്ടാ. സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ ഞാൻ പഠിച്ചാണ്. 2 വർഷം ഉണ്ട്.
ഇവിടെ നോക്കി ഫ്ലോറൊക്കെ നോക്കി. ഇവിടുന്ന് ആരും ഉപയോഗിക്കണില്ല തോന്നുന്നു. ആ ക്ലാസ്സിലും പഠിച്ചിട്ട് തോന്നുന്നു. അവിടെ താഴെയായിരുന്നു 2 ക്ലാസ്. ഇങ്ങനെ എടി ഇത് പഴയ ബിൽഡിങ് സിമെന്റ് അല്ലിട്ട് പണിയാൻ. ഇത് മാറ്റണ്ടാവും ഞങ്ങളുടെ ആഗ്രഹം. അവരുടെ പാരന്റ്സ് പഠിച്ചത് ഇങ്ങനെ, അവര് പഠിക്കുന്നത് ഇങ്ങനെ. അപ്പൊ എന്ത് കാര്യണ്ട്? നല്ലതല്ലേ? പൊളിച്ചാൽ എനിക്ക് ഇഷ്ടല്ല സത്യം. ഇതൊരു വേറെ ചെറിയ ചെറിയ ഹോളുകളായിട്ട് ഈ പറഞ്ഞ കൾച്ചറൽ കാര്യങ്ങളൊക്കെ നടത്താൻ യൂസ് ചെയ്യാം. പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് മോശമാണ്. ഞങ്ങക്ക് അതായത് പൊളിച്ചിട്ട് വേറെ വലിയ സ്കൂൾ പണിയാണ്. അയ്യേ ഞങ്ങൾ സമ്മതിക്കാണ്ടിരുന്ന. അതെ ഇതിപ്പോ ഈ ക്ലാസ് സ്പ്ലിറ്റാ. അതെ മതില് എടി അത് പണ്ടത്തെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാ ഫുള്ള് പൊളിയേണ്ടി വരും. ഈ ക്ലാസ് ഇപ്പഴത്തെ ക്ലാസ് ഞാൻ പിടിച്ചാണ്. കണ്ട മേശയൊക്കെ കാണണ്ട, പഴയകാല സെറ്റപ്പ്. ശരിയാള ഒരു 19 വർഷം ബാക്കിക്ക്. പണ്ടൊക്കെ വരച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവില്ലേ? ഉമ്മത്തുള്ള പിള്ളേരാണല്ലോ. മുസ്ലിം ഒക്കെ ഉണ്ടല്ലോ. പഞ്ചാബിന്റെ ആണോ മുസ്ലിമിന്റെ? പിള്ളേരൊക്കെ 7ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ്ടാ. ഓ ഫാനൊക്കെ ഉണ്ട്ട്ടാ. പുതിയ ബിൽഡിങ് അപ്പുറത്ത് സോളാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ബൈബൈല്ലേ? ഇതൊക്കെ നീ കണ്ടണ്ട ഇങ്ങനെ. ഓ ചെറിയ ക്ലാസ് വലിയ രീതിയിലല്ലേ? ഇവിടൊക്കെ അടക്കിയ പോലെ ഇരിക്കുമല്ലോ. ഇവിടെ മലയാളം മീഡിയം, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം അവിടെ ആയിരുന്നു. അവിടുന്ന് ഇവിടെ ഇങ്ങനെ അടി ഉണ്ടാക്കും. വൈബ് നീ മനുഷ്യ വരണ്ടല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈനായിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും, അതിന്റെ എല്ലാ കാര്യങ്ങളും പറയും. അപ്പോഴേ ഒരു പാട്ട് പാടവാ ചിന്ന മക്കളെ, ചിന്ന മക്കളെ. അങ്ങനെ ഒരു പാട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തെ പാട്ടാണ്. ഇല്ലേ? അപ്പൊ നമ്മള് പാട്ട് കഴിഞ്ഞു. ഇനി എന്ത് വേണം? ആട്ടം ആടണം. ആട്ടം ഇരുന്നിട്ട് ആടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ കസേരയൊക്കെ നമുക്ക് മാറ്റണ്ടേ? അപ്പൊ അതൊക്കെ മാഡം പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന്. വലിയ സുഖമില്ലാത്തതാണ്. സോ ഐ മിക്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓക്കെ, എൻ്റെ ഒരു ഇൻട്രോ പറയുന്നതിന് മുന്നേ താങ്ക്സ് ടു എവരിവൺ, ദി ഓർഗനൈസർ, ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീജ മാഡം. ആള് വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത കാര്യമാണ്. ടുഡേ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ബിഫോർ ഓൾ യു ഗൈസ്. സോ എൻ്റെ പേര് ഡിക്റ്റാ ഡെന്നി. ഞാനിപ്പോൾ ഓൺലൈനിലാണ് മെയിനായിട്ട് സെഷൻസ് എടുക്കുന്നത്. ഓക്കെ, സോ ഹൗ മെനി ഓഫ് യു ഗൈസ് നോ സൂംബ എന്താണെന്നറിയോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. ഓക്കെ ഫൈൻ. ഞാൻ പഠിച്ചത് ഗുജറാത്തിലായിരുന്നു. സോ അവിടെ ഫോർ അസ് ഇൻ എ ഇയർ ഓൺലി 1 ബെൽറ്റാണ് ഷിഫ്റ്റ് ആവുക. സോ വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്രൗൺ അങ്ങനെ കുറേ ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുന്നത്. സോ 8th തൊട്ട് 3rd തൊട്ട് 10th വരെ കരാട്ടെ ക്ലാസ്സും ക്ലാസിക്കൽ ഡാൻസും. ക്ലാസിക്കൽ ഭരതനാട്യമാണ് പഠിച്ചത്. നമ്മൾ എപ്പോഴും ചാടി ഓടി നടന്നിട്ട് പെട്ടെന്ന് അതൊന്ന് സ്റ്റോപ്പ് ആയിപ്പോയപ്പോൾ ലൈക്ക് ഓക്കെ ഇനി എന്ത് ചെയ്യും, ഭയങ്കര ബോറായി തുടങ്ങി. അപ്പോഴാണ് ഐ തോട്ട് ഓക്കെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വർക്ക്ഔട്ട് പ്ലസ് ഡാൻസ് രണ്ടും കൊണ്ടുപോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി ഒന്ന് സ്പേസ് കിട്ടോ, ഒരു 1 arm ഡിസ്റ്റൻസ്.
14, 15. Okay. 13. Okay. പറ്റില്ല. ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇരുന്നിട്ട് എനിക്ക് something like this. ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല. Okay. We did this. Okay. ഇങ്ങനെ കുനിയാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. ടയർഡാവും. എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ കിടന്ന് കിടക്കും. പിന്നെ ഒരു 5 minutes വർക്കൗട്ട് ചെയ്താൽ തല ഇറങ്ങും. ഇറ്റ്സ് ഓൾ ബിക്കോസ് വർക്കൗട്ട് ചെയ്യുന്നില്ല. വി ക്യാൻ ഡു എ ചാലഞ്ച്. നമുക്ക് സ്ക്വാട്ട് ചെയ്തിട്ട് ജമ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ചാലഞ്ച് ചെയ്യാം. സ്ക്വാട്ട് ആൻഡ് ജമ്പ്. ജമ്പ്. ഓക്കെ, 34, 37. ഓക്കെ, കിഡ്സ് 37. ഈ ഒരു ഏജിലും 20, 25. സ്റ്റാർട്ട് ചെയ്യാം. Come on. 16, 17, 18, 19, 20, 21, 22, 30, 31, 32, 33, 34, 35, 36, 37, 44, 45, 46, 50. Baby.
Last one, full energy. എല്ലാവരും, okay? Boys, come on. Show your power. ആദ്യം ഞാൻ മടിച്ചാണ് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പോ ടീച്ചർക്ക് പ്രത്യേകം നന്ദി. ടീച്ചർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ല സ്മാർട്ട് ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കും നിങ്ങളുടെ ശരീരമൊക്കെ. അപ്പൊ താങ്ക് യു ടീച്ചർ. ഈ വയസ്സാകാലത്ത് ഫിറ്റാക്കാൻ നോക്കുന്നവരാണ്. നിങ്ങൾ ചെറുപ്പത്തിലെ ഫിറ്റാവണമെന്നാണ് പറയുന്നത് അല്ലേ? വയസ്സായിട്ട് ഫിറ്റാക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.